ഹലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീനച്ചാറാണ്. നല്ല ചാള കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ചാള കിട്ടിയപ്പോൾ അതിലും വളരെ കുറച്ച് പരിഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിഞ്ഞിൽ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു കിടിലം അടിപൊളി സംഭവം ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വാഴയിലയിൽ പൊള്ളിച്ചെടുക്കുന്ന ഈ പരിഞ്ഞിൽ. അങ്ങനെ അത് പരിഞ്ഞിലൊക്കെ മാറ്റി വെച്ചു. പിന്നെ അത് മീനച്ചാറിന് വേണ്ടിയിട്ട് മീനൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് പുരട്ടി വെച്ചു. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് പരിഞ്ഞിൽ ശരിയാക്കി എടുക്കാം. അപ്പോൾ പരിഞ്ഞിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് വാഴയിലയിൽ വെച്ച് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊള്ളിച്ചെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത് എൻ്റെ ഈ കണ്ണുണ്ടല്ലോ, ഇന്നലെ പുറത്ത് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് എന്തോ ഒരു പൊടി വീണതാണ് കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് പൊടിയൊക്കെ എടുത്ത് കളഞ്ഞ് കണ്ണൊക്കെ മൂടിക്കെട്ടി വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ഉഷാറില്ലാത്ത അതുകൊണ്ടാണ്. എന്തായാലും ആ ഒരു വിഷമമൊക്കെ മറന്ന് ഞാൻ മീനച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മീനച്ചാറിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തിളച്ച എണ്ണയിലേക്ക് നമ്മളത് അരപ്പ് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുള്ള മീനൊക്കെ നന്നായിട്ട് വറുത്ത് വരാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിനിടയ്ക്ക് മോന് അവൻ ലേസിൽ നല്ല ഉള്ളിയൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവം, ഒരു പരീക്ഷണം ഉണ്ടാക്കിയാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ ജോലി മറന്നില്ല. അതാ പെട്ടെന്ന് എല്ലാ മീനും വറുത്ത് കോരാനാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ സൈഡിൽ കൂടെ തന്നെ മീൻ പൊള്ളിച്ച്, അതായത് പരിഞ്ഞിൽ പൊള്ളിച്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ മീനച്ചാറും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനച്ചാറും അതുപോലെ തന്നെ പരിഞ്ഞിൽ പൊള്ളിച്ചതും ഒക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇന്നത്തെ ഉച്ചയൂണ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.